ദ ടു വുമൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു കഥ ഒരു ചെറുപ്പക്കാരന്റെ രണ്ട് ഭാര്യമാരെ പറ്റിയുള്ള കഥയാണ്. ഒരാൾ കൊറിയനും മറ്റേയാൾ ജാപ്പനീസുമാണ്. എങ്ങനെയാണ് ഇവർ കണ്ടുമുട്ടിയത്, ശേഷം എന്താണ് ഇവർക്ക് സംഭവിച്ചത് എന്നത് കഥ അവസാനിക്കുന്തോറും കണ്ടു നിൽക്കുന്നവർക്ക് വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു കഥ തന്നെയാണ്. നമുക്കിപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ വീഡിയോ ഒന്ന് ഹൈപ്പ് കൊടുത്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കഥ തുടങ്ങുന്നത് കൊറിയയിൽ താമസിക്കുന്ന നമ്മുടെ കഥാനായികയായ യങ് ബോക്കിനെ കാണിച്ചുകൊണ്ടാണ്. അവൾ ഗ്രാമത്തിലെ ചെറിയ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു സാധാരണ പെൺകുട്ടിയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി യങ്ങിന്റെ ഹസ്ബൻഡായ ഇമ്മിനെ പറ്റി യാതൊരു വിവരവുമില്ല. ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്നൊന്നും അറിയില്ല. ഏതാണ്ട് ഒരു 5 വർഷക്കാലമായി ആള് മിസ്സിംഗ് ആണെന്ന് മാത്രമേ അവൾക്ക് അറിയൂ. ആള് ജപ്പാനിൽ എവിടെയോ പോയിരുന്നു. ആ സമയത്ത് കൊറിയയിൽ കലാപങ്ങളും അങ്ങനെ പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് പിന്നീട് കൂടുതലൊന്നും അന്വേഷിക്കാനോ ആള് മടങ്ങി വരാത്തത് എന്തെന്ന് സെർച്ച് ചെയ്യാനോ ഒന്നും സാധിച്ചിരുന്നില്ല. അവളൊരു സാധാരണ പെൺകുട്ടിയാണ്. അവൾക്ക് അതൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് പോലും അറിയില്ല. ഇവിടെ യങ് താമസിച്ചിരുന്നത് ഇമ്മിന്റെ പേരൻസിന്റെ കൂടെ ആയിരുന്നു. പക്ഷെ അവരും മരണപ്പെട്ട് അവളിപ്പോ ജീവിച്ചിരിക്കുന്ന ഒരു വിധവയാണെന്ന് പറയാം. അതായത് ഹസ്ബൻഡ് ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയാത്തവളെ ആ രീതിയിലാണ് ആ ഗ്രാമവാസികൾ കാണുന്നത്. ആക്ച്വലി കുറച്ചുകൂടി ഡീപ്പായി നമ്മൾ എങ്ങനെ പറ്റി സംസാരിച്ചു വരുമ്പോഴേക്കും വെറും 14 വയസ്സിലാണ് യങ് കല്യാണം കഴിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവളുടെ കല്യാണം കഴിഞ്ഞ് 5 വർഷമായിട്ടേ ഉള്ളൂ. അവൾ കല്യാണം കഴിക്കുന്ന ടീം ഭർത്താവായ ഇം വിദേശത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ജപ്പാനിൽ അവൻ അന്ന് പഠിക്കുകയായിരുന്നു. വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം മകളുടെ ജീവിതം വഴിമുട്ടി പോകരുത്, തങ്ങളുടെ കാലശേഷം അവൾ മറ്റുള്ളവർക്ക് ഒരു യൂസ് ആൻഡ് ത്രോ എന്ന വണ്ണം ആകരുത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് യങ്ങിന്റെ പേരൻസ് അവളെ എടുപിടിയെന്ന് അവൾ ഇതുവരെ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ലാത്ത ഒരു പയ്യനെ കണ്ടുപിടിച്ച് കെട്ടിക്കായിരുന്നു. അതും വീട്ടുകാർ തമ്മിലായിരുന്നു ഈ ആലോചിച്ച് നടത്തിയത്. പെണ്ണും ചെറുക്കനും അന്ന് കണ്ടിട്ട് പോലും ഇല്ല. വിർച്വലി ആയിരുന്നു ഇവരുടെ കല്യാണം നടന്നത്. അതായത് വാക്കാൽ രണ്ട് വീട്ടുകാരും പറഞ്ഞു ഉറപ്പിച്ച് അങ്ങനെ ഈ വീട്ടിലെ മരുമകളായി എങ്ങനെ കൊണ്ടുവരികയായിരുന്നു. കല്യാണത്തിന് മുന്നേയും യങ് ഇതുവരെ ഇമ്മിനെ കണ്ടിട്ടില്ല. കല്യാണ ശേഷം ഇത്രയും നാൾ കഴിഞ്ഞിട്ടും അതിന്റെ ഇടയിൽ പേരൻസ് മരിച്ചിട്ട് പോലും ഇം വന്നിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഇവൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിച്ച് പറയാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ കൊച്ചു പ്രായത്തിലെ കാണാത്ത ഒരാളുമായി സാഹചര്യം മൂലം വീട്ടുകാരുടെ നിർബന്ധത്തിന് കല്യാണം കഴിക്കേണ്ടി വന്നിരുന്ന യങ്ങിന് പിന്നീട് അവളുടെ പേരൻസിനെയും അവളുടെ ഇൻലോസിനെയും നഷ്ടാവുകയും ആ ഒരു വേർപാടൊക്കെ തന്നെ ഒറ്റയ്ക്ക് തരണം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അവൾ വരികയും ചെയ്തിരുന്നു. ഇപ്പൊ അങ്ങനെ സ്വന്തമായി കുഞ്ഞു കുഞ്ഞു ജോലിയൊക്കെ ചെയ്ത് ആ ഗ്രാമത്തിൽ അങ്ങനെ ജീവിച്ചു വരികയാണ് യങ്. അങ്ങനെ ഒറ്റയ്ക്ക് വളരെ സാധാരണക്കാരിയായി അവൾ അങ്ങനെ ജീവിക്കുന്ന ഈ സമയത്തും അവളുടെ ഉള്ളിലെ ഏറ്റവും വലിയ ആഗ്രഹവും സങ്കടവും ഒക്കെ തന്നെ അവളുടെ ഹസ്ബൻഡായ ഇമ്മിനെ ഒരു നോക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ, അയാൾക്ക് എന്താണ് പറ്റിയത്, അയാൾ മടങ്ങി വരുമോ എന്ന കാര്യങ്ങളൊക്കെയാണ്. ഇമ്മിന്റെ കുട്ടിക്കാലത്തെ ഒരു ഫോട്ടോ വീട്ടിലിരിക്കുന്നത് എപ്പോഴും അവൾ നോക്കിയിരിക്കാറുണ്ട്. എന്തെങ്കിലും അയാൾ മടങ്ങി വരണം, അയാളുടെ കൂടെ ജീവിക്കണം എന്നതൊക്കെ അവളുടെ വലിയ ആഗ്രഹവുമാണ്. അങ്ങനെ എനിക്ക് ഒരു ദിവസം വളരെ അപ്രതീക്ഷിതമായി ഇം നാട്ടിലേക്ക് മടങ്ങി വരുന്നുണ്ട്. അതും മടങ്ങിയെത്തി അവനെ കണ്ട് ഇത്രയും നാളുകൾക്ക് ശേഷം ആദ്യമായി തന്റെ ഹസ്ബൻഡിനെ കാണുന്ന ഞെട്ടലിനേക്കാൾ ഏറെ മറ്റൊരു ഞെട്ടൽ അവിടെ എങ്ങനെ സമ്മാനിച്ചുകൊണ്ടാണ് ഇം വന്നിരിക്കുന്നത്. ഒന്നുമല്ല, അവന്റെ കൂടെ അവന്റെ ജാപ്പനീസ് വൈഫും ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി പ്രഗ്നന്റ് ആയിരുന്നു. അവളുടെ പേര് സാച്ചിക്കോ എന്നുമാണ്. ഇമ്മാണിത് എന്ന് മനസ്സിലാക്കി എടുക്കാൻ തന്നെ എങ്ങനെ കുറച്ച് സമയം വേണ്ടി വന്നു. മനസ്സിലായപ്പോ അവൾ വന്ന അമ്പരപ്പൊന്നും തന്നെ അവിടെ പ്രകടിപ്പിക്കാതെ അവളെന്തോ അവിടുത്തെ ഒരു ജോലിക്കാരിയാണെന്ന മട്ടില് ഇവർക്ക് വേണ്ട ഭക്ഷണവും താമസ സൗകര്യവും എല്ലാം അവിടെ തയ്യാറാക്കി നൽകുന്നുണ്ട്. പക്ഷെ അവളോട് ഇമ്മിന്റെ സമീപനം വളരെ മോശമായിരുന്നു. അവളെ ഒരിക്കലും തന്റെ വൈഫായി കണക്ക് കൂട്ടിയിട്ടില്ലെന്നും മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ എന്നും ഇതുവരെ അവൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത അവന്റെ ഈ ഒരു വൈഫിനെ ആദ്യമായി കാണുന്ന ഈ സമയം അവൻ അങ്ങനെ ഷൗട്ട് ചെയ്യുമ്പോൾ അവൾ ആകെ തകർന്നു പോകുന്നുണ്ട്. അവൾ പക്ഷെ അത് കേട്ട് അങ്ങനെ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോവാതെ അവളുടെ മനസ്സിലെ ഭാരമെല്ലാം അവന്റെ മുന്നിൽ തുറക്കുന്നു. അതായത് അവൾ ഒരിക്കലും ഇവിടെ നിന്ന് പോയില്ലെന്നും കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ വീടിന് വേണ്ടിയും ഈ വീട്ടിലുണ്ടായിരുന്ന അവന്റെ പേരൻസിന് വേണ്ടിയും രാപ്പകലില്ലാതെ ജീവിച്ച ഒരാളാണ് അവൾ. അതുകൊണ്ട് അവൾക്ക് ഇവിടെ നിൽക്കാനായുള്ള എല്ലാവിധ അവകാശമുണ്ട്. അവൾ ഇപ്പോഴും ഇത് അവളുടെ ഹസ്ബൻഡിന്റെ വീടായി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് ഈ വീട് വിട്ട് ഞാൻ എവിടെയും പോവില്ല, അങ്ങനെ പോകാൻ എനിക്ക് വേറൊരു ഇടവും ഇല്ല, ആരുമില്ല, ഞാൻ ഇവിടെ തന്നെ കാണുമെന്ന് അവൾ തീർത്തു പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംസാരം സാച്ചിക്കോ കേൾക്കുന്നുണ്ട്. അപ്പോഴാണ് അവൾക്ക് വിവാഹിതനായിരുന്നു എന്നും അവൻ വിദേശത്ത് അതായത് ജപ്പാനിലുള്ള സമയത്താണ് ഇവിടെ ഇങ്ങനെ ഒരു കല്യാണം പേരൻസ് നടത്തിയതെന്നും ഇപ്പോഴാണ് അവൻ അതിനുശേഷം ആദ്യമായി മടങ്ങി വന്ന് ഇവർ തമ്മിൽ കാണുന്നതെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നു. എന്തായാലും അവൾക്ക് ഇമ്മിനെയും കുറ്റപ്പെടുത്താനേ കഴിയുന്നില്ല, എങ്ങനെയും കുറ്റപ്പെടുത്താനേ കഴിയുന്നില്ല. കാരണം രണ്ടുപേരുടെയും സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ അവർ രണ്ടുപേരും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇമ്മിന്റെ ഇഷ്ടം പോലും നോക്കാതെ അവന്റെ ചെറിയ പ്രായത്തിൽ നടത്തിയ ഒരു കല്യാണം, അതേപോലെ യങ്ങിനും സാഹചര്യങ്ങൾ കൊണ്ട് കഴിക്കേണ്ടി വന്ന ഒരു കല്യാണം. എന്തായാലും അടുത്ത ദിവസം യങ് ജോലിക്ക് പോകാനായി ഒരുങ്ങുമ്പോഴേക്കും സാച്ചിക്കോയും കൂടെ പോകുന്നുണ്ട്. അവൾക്ക് ഇവിടെ ഇരുന്ന് ബോറടിക്കുന്നു എന്നും പറഞ്ഞ് തന്നെ അവൾ അങ്ങനെ കൂടെ പോകുമ്പോൾ യങ് തടയുന്നില്ല. അങ്ങനെ യങ് ജോലിക്ക് പോകുന്ന സ്ഥലത്ത് അന്നും അവൾ എത്തുന്ന ടീം അതൊരു തോട്ടമാണ്, അവിടെ വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടീം പതിവായി എങ്ങനെ കാണുമ്പോഴൊക്കെ തന്നെ അവളെ പറ്റി മോശം സംസാരിക്കാറുണ്ടായിരുന്ന ഒരു ജോലിക്കാരി അവിടെ ഇപ്പോഴും അവളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അല്ലെങ്കിലും ഇമ്മിന് ചേർന്നത് ഈ ജപ്പാൻകാരി തന്നെയാ. ഇവളെ എന്തിനു കൊള്ളാം, ഇവളൊരു ഗ്രാമവാസി, ഒരു വക അറിയാത്തവളെന്നൊക്കെ പറഞ്ഞ് എങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കാണ്. ഈ സമയം അവിടെ നിൽക്കുന്ന സാച്ചിക്കോ പെട്ടെന്നൊരു വണ്ടിനെ കണ്ട് ബഹളം വെക്കുമ്പോഴേക്കും അത് കേട്ട് വീണ്ടും അവിടെ ഉണ്ടായിരുന്ന മറ്റ് തോട്ടത്തിലെ പെണ്ണുങ്ങളൊക്കെ കളിയാക്കി ചിരിക്കുമ്പോൾ എങ്ങ് എഴുന്നേറ്റ് എന്ന് ആ വണ്ടിനെ തട്ടിക്കളഞ്ഞു എന്ന് മാത്രമല്ല സാച്ചിക്കോയോട് മര്യാദയ്ക്ക് കൊറിയൻ സംസാരിച്ചോ എന്ന് കുറച്ച് ദേഷ്യത്തിൽ പറയുന്നു. കാരണം തീർച്ചയായും ഇമ്മിന്
ഇമ്മിന്റെ വൈഫായി ഇപ്പൊ കൂടെയുള്ള സാച്ചിക്കോയ്ക്ക് കൊറിയൻ എന്തായാലും അറിയാമായിരിക്കും എന്ന് എങ്ങനെ ഉറപ്പുണ്ടായിരുന്നു. അതാകുമ്പോ ഇവൾ കൊറിയൻ സംസാരിച്ചത് രണ്ടുപേർക്കും ഇടയിലെ കമ്മ്യൂണിക്കേഷനും എളുപ്പമാകുമല്ലോ. എന്നാലും അന്നത്തെ തന്റെ ജോലി കഴിഞ്ഞ് കൂലി വാങ്ങാനേ എങ്ങ് പോകുന്ന ടീം അവൾക്ക് ആ ജോലി ഏൽപ്പിച്ച ആൾ വളരെ കുറച്ച് കാശാണ് കൊടുക്കുന്നത്. ഇത്രയും പോരാ, എന്റെ കൂലി ഇതാ, ഞാൻ ഇന്ന് ഓവർ ടൈം വർക്ക് ചെയ്തു എന്നെല്ലാം അവൾ പറയുമ്പോൾ നീ എത്ര സമ്പാദിച്ചു കൂട്ടിയാലും അതെല്ലാം ഈ ജപ്പാൻകാരിയുടെ കൊച്ചിന് വേണ്ടിയല്ലേ, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലെന്നെല്ലാം യങ്ങിന്റെ ഹസ്ബൻഡായ ഇമ്മിന്റെ സെക്കൻഡ് വൈഫ് ആണല്ലോ ഈ സാച്ചിക്കോ. ആ രീതിക്ക് എങ്ങനെ കുത്തി സംസാരിക്കുമ്പോ എങ്ങനെ ഭയങ്കര സങ്കടാവുന്നുണ്ട്. അവൾ ചെയ്ത ജോലിക്കുള്ള കൂലി ചോദിക്കുമ്പോൾ പോലും ഇങ്ങനെ ഇവരുടെ ഈ കാര്യം വെച്ച് ഇങ്ങനെ കുത്തിയുള്ള ഒരു സംസാരം കേൾക്കേണ്ടി വരുന്നതിൽ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുന്ന അവൾ അതിന്റെ പേരിൽ സാച്ചിക്കോയോട് ദേഷ്യപ്പെടുന്നുണ്ട്. സാച്ചിക്കോ സത്യം പറഞ്ഞാൽ അത് കേട്ട് ആകെ സങ്കടത്തിലാവുന്നു. അവൾക്കറിയാം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അവളും അറിയാതെ ഇങ്ങനെയൊക്കെ ആയി പോയതാണ്. എന്നിരുന്നാലും അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം. അവൾ പിന്നീട് ഈ ഒരു കാര്യം ഇമ്മിനോട് ഷെയർ ചെയ്യുന്നു. എന്തായാലും ഇങ്ങനെയൊക്കെ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞെങ്കിലും വളരെ കെയറോടുകൂടി തന്നെയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരെ എങ്ങ് നോക്കുന്നത്. എന്തായാലും പതിയെ എങ്ങനെ ശ്രദ്ധിക്കുന്ന ഇമ്മിനെ നമുക്ക് അവിടെ കാണാം. അന്ന് രാത്രി അവൾ ആ വീട്ടിലുള്ള ഏറ്റവും നല്ല മുറികളിലൊന്ന് അവർക്ക് ഉറങ്ങാനായി കൊടുത്ത് അങ്ങനെ തണുപ്പത്ത് കിടക്കാനേ ഒരുങ്ങുന്നത് കാണുന്ന അവൻ അവളോട് ഇങ്ങനെയൊന്നും ചെയ്യണ്ട, അകത്ത് വന്ന് കിടക്കാനായി പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ അവൾ അത് കേൾക്കുന്നില്ല. തുടർന്ന് അവിടെ വെച്ച് അവളെ അകത്തേക്ക് കൊണ്ടുപോയി കിടത്താനായി അവന്റെ ഒരു ശ്രമം നടത്തുമ്പോൾ രണ്ടുപേർക്കും ഇടയിൽ അതൊരു ചെറിയ പിടിവലിയായി മാറുന്നു. എന്തായാലും അപ്പോഴാണ് രണ്ടുപേരും ആദ്യമായി ഇത്രയും അടുത്ത് പരസ്പരം ശ്രദ്ധിക്കുന്നത്. ഈ ഒരു ടൈം എന്തായാലും ഇവൾ തന്റെ ഫസ്റ്റ് വൈഫാണ്. താൻ ആ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാതെ അവളോട് ഇങ്ങനെയൊക്കെ ചെയ്തു പോയെങ്കിലും അവൾ അവന്റെ വൈഫ് അല്ലാണ്ടായി മാറുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവളോട് ചെയ്ത തെറ്റിന് ആദ്യമായി അന്ന് അവൻ അവിടെ മാപ്പ് ചോദിക്കുന്നുണ്ട്. കൂടാതെ അവളോടുള്ള അവന്റെ പെരുമാറ്റ രീതിയിൽ തീർച്ചയായും മാറ്റം വരുത്താനായി അവൻ ശ്രമിക്കുമെന്നും അവൻ അതിനായി കുറച്ച് സമയം കൊടുക്കണമെന്നും അവൻ ആവശ്യപ്പെടുന്നു. അതെന്തായാലും അവളുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമായി മാറി. കാരണം ആദ്യമായിട്ടാണ് അവൻ അത്ര സ്വീറ്റ് ആയി അവളോട് സംസാരിക്കുന്നത്. അടുത്ത ദിവസം ജോലിക്ക് അവൾ പോകുമ്പോൾ അവളെ പോലെ തന്നെ ജോലിക്കായി ഇവിടെ സാച്ചിക്കോയും പോകുന്നുണ്ട്. തന്റെ കൂട്ടുകാരിയോട് ഇന്നലെ ഇമ്മുമായി നടന്ന സംഭാഷണത്തിന്റെ കാര്യം, ആ ഒരു സംഭാഷണ സമയത്തെല്ലാം തന്റെ ഹൃദയമിടിപ്പ് ഭയങ്കരമായി കൂടിയിരുന്നു എന്നൊക്കെ എങ്ങ് പറയുമ്പോൾ അത് കേൾക്കുന്ന ആ കൂട്ടുകാരി നീ ഇമ്മിനെ പ്രണയിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ടീം അതൊക്കെ സാച്ചിക്കോ കേൾക്കുമ്പോൾ അവൾക്ക് ഇച്ചിരി ടെൻഷനായി മാറുന്നുണ്ട്. എന്തായാലും പിന്നീട് ഈ ആദ്യ ഭാര്യയും രണ്ടാം ഭാര്യയും അല്ലെങ്കിൽ കൊറിയൻ വൈഫും ജപ്പാൻ വൈഫും തമ്മിൽ ഇമ്മിന് വേണ്ടി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് സാച്ചിക്കോ എങ്ങനെ പണി കൊടുക്കുമ്പോൾ എങ്ങും ചെറിയ പണികൾ തിരിച്ചു കൊടുക്കുന്നു. ഇപ്പൊ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞ മഴ പെയ്യുന്നത് കണ്ട് ഇമ്മിന്റെ ചെരുപ്പ് നനയാതെ മാറ്റി തുടച്ചൊക്കെ വെക്കുന്ന എങ്ങ് പക്ഷെ സാച്ചിക്കോയുടെ ചെരുപ്പ് കാണുമ്പോൾ അങ്ങനെ തുടയ്ക്കാനൊന്നും പോകാതെ അത് മഴ കൊണ്ട് നനഞ്ഞു കുതിരട്ടെ എന്ന രീതിയിൽ അങ്ങോട്ട് മാറ്റി വെക്കുന്നു. എന്തായാലും അങ്ങനെ രസകരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇവരെ രണ്ടുപേരെയും ഒന്ന് ഒന്നിപ്പിക്കാനായി ഇമ്മ ഒരു പരിശ്രമം നടത്തുന്നുണ്ട്. അവൻ അതിന്റെ ഭാഗമായി കൊറിയൻ ചെറുതായി ഒക്കെ സംസാരിക്കാൻ അറിയാവുന്ന സാച്ചിക്കോയും കൊറിയക്കാരി ആണെങ്കിലും കൊച്ചിലെ അവർക്ക് പഠിക്കാനൊന്നും സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ജസ്റ്റ് സംസാരിക്കാൻ മാത്രം, അതായത് എഴുതാനോ വായിക്കാനോ അത്ര ഫ്ലുവന്റ് ആയി കൊറിയൻ അറിയാത്ത എങ്ങനെയും കൂടി കൊറിയൻ പഠിപ്പിക്കാനായി ഇരുത്തുന്നുണ്ട്. പക്ഷെ ആ സമയത്തും അവർ തമ്മിലൊന്നും ഒത്തുപോവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കടിച്ചിരിക്കുന്നതാണ് ഇം കാണുന്നത്. അവന്റെ സത്യത്തിൽ ഇത് കാണുമ്പോൾ ചിരിയും വരുന്നുണ്ട്. രണ്ടുപേരും രണ്ട് ഡിഫറെന്റ് സാഹചര്യങ്ങളിൽ ഇമ്മിന്റെ ലൈഫിലേക്ക് കടന്നു വന്നവരാണ്. ഒരാൾ അവൻ അറിയാതെ, മറ്റേ ആൾ അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ. പക്ഷെ രണ്ടുപേരെയും അങ്ങനെ തള്ളിപ്പറയാനോ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് തൽക്കാലം ഇമ്മുള്ളത്. എന്തായാലും അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം രാത്രി ഭയങ്കരമായി ഇം ചുമക്കുന്ന ശബ്ദം കേട്ടാണ് യങ് ഉണരുന്നത്. അവൾ ചെന്ന് നോക്കുമ്പോൾ അടുത്ത് സാച്ചിക്കോ ഉണ്ട്. പക്ഷെ ചുമച്ച് ചോര തുപ്പുന്ന ഇമ്മിനെയാണ് കാണുന്നത്. ഇങ്ങനെ ആ സമയത്താണ് ഇമ്മിന് ഒരു മാരക അസുഖമുണ്ടെന്ന കാര്യം യങ്ങിന്റെ മുന്നിൽ അവൻ പറയുന്നത്. അത് കേൾക്കുന്നവൾ ആകെ ഷോക്കായി പോകുന്നു. കാരണം ഇവരുടെ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയം വിർച്വലി കല്യാണം കഴിഞ്ഞല്ലോ. അതായത് ഇന്നത്തെ കണക്ക് നെറ്റ് ഫെസിലിറ്റിയോട് കൂടി വീഡിയോ കോൾ വഴി കല്യാണം കഴിഞ്ഞു അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ നമ്മൾ കുറച്ച് അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ ന്യൂസ്, കോവിഡ് സമയത്തൊക്കെ നെറ്റ് വഴി കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞു. ആ രീതിയിലല്ല, പക്ഷെ നേരിട്ട് പെണ്ണും ചെറുക്കനും ഉള്ള സമയത്ത് അങ്ങനെ കല്യാണം നടക്കാതെ ചെറുക്കന് വേണ്ടി ചെറുക്കന്റെ വീട്ടുകാരായിട്ട് നടത്തിയ കല്യാണമായിരുന്നല്ലോ ഇവർക്കിടയിൽ. അങ്ങനെ ആ സമയം ജപ്പാനിലുള്ള ഇമ്മിനെ അന്ന് അവിടെ ഒരു കാര്യത്തിൽപ്പെടുത്തി അവർ ജയിലിൽ അടയ്ക്കുകയും അങ്ങനെ കുറെ നാൾ ജയിലിലായിരുന്നു ഇമ്മിന്റെ ജീവിതം. പിന്നീട് മോചിതനായപ്പോഴേക്കും അവൻ ഈ ഒരു അസുഖവും പിടിപെട്ടിരുന്നു. അതിന്റെ ഇടയിൽ അവൻ പരിചയപ്പെട്ടതാണ് സാച്ചിക്കോയെ. എന്തായാലും അന്ന് ഈ കാര്യങ്ങളൊക്കെ കേട്ട് വളരെ അപ്സെറ്റ് ആയ യങ് അടുത്ത ദിവസം രാവിലെ സാച്ചിക്കോയെ കാണുമ്പോൾ അവളുടെ നാട്ടുകാര് പിടിച്ച് ജയിലിൽ അടച്ചത് കൊണ്ടാണ് ഇമ്മിനിങ്ങനെ വയ്യാഴിക വന്നതെന്നൊക്കെ മുന്നേ അവൾ കേട്ട കാര്യങ്ങളൊക്കെ തലയ്ക്ക് ആ രീതിക്ക് അവളെ ചിന്തിപ്പിച്ച് ഭയങ്കര ദേഷ്യത്തിൽ സാച്ചിക്കോയോട് അവൾ പെരുമാറുന്നുണ്ട്. തന്റെ ഹസ്ബൻഡിനെ തട്ടിയെടുത്ത് ഒരു വൃത്തികെട്ടവൾ എന്ന രീതിയിലെല്ലാം യങ് സാച്ചിക്കോയെ സംബോധന ചെയ്യുമ്പോൾ നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. പക്ഷെ നീ ഞാനും ഒരേ തോണിയിലുള്ള യാത്രക്കാരാണ്. നമുക്ക് രണ്ടുപേർക്കും വേണ്ടതും ഒരാളെ തന്നെയാണ്. അതുകൊണ്ട് എന്നെ വെറുതെ കുറ്റപ്പെടുത്താൻ നിന്നാൽ അത് ഒരു കാര്യവും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു ഇമ്മിന്റെ മനസ്സറിവില്ലാണ്ട് അവന്റെ ലൈഫിലേക്ക് അവന്റെ ഭാര്യയെ കടന്നു വന്ന് എങ്ങനേക്കാൾ വാല്യൂ ഇം ലൈഫിലേക്ക് ക്ഷണിച്ച തനിക്കുണ്ടെന്നെല്ലാം സാച്ചിക്കോ അവിടെ പറയുമ്പോൾ യങ് പിന്നെ ഒന്നും മിണ്ടുന്നില്ല. യങ് അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും
ആണെങ്കിലും അവൾ പിന്നീട് മാറിയിരുന്ന് ചിന്തിക്കുമ്പോൾ സാച്ചിക്കോട് താൻ അങ്ങനെ പെരുമാറേണ്ട ആവശ്യമില്ലായിരുന്നെന്ന് തോന്നുന്നു എങ്ങനെ ആകെ സങ്കടാവുന്നു. അവൾ അങ്ങനെ ഇരിക്കുന്ന ടീം വിളിക്കുന്ന ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്ന യങ്ങാകട്ടെ അവൾക്ക് ഒരു സൈക്കിൾ വാങ്ങിച്ച് നീ സൈക്കിളൊക്കെ ഓടിക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞ് അവളോട് സംസാരിക്കുന്ന ഇമ്മിനെയാണ് കാണുന്നത്. അത് കാണുമ്പോൾ അവൾ ഹാപ്പി ആവുന്നുണ്ടെങ്കിലും അപ്പോഴാണ് അവൾ അല്പം മുന്നേ ദേഷ്യപ്പെട്ട് സംസാരിച്ച സാച്ചിക്കോ വീട്ടിലില്ല എന്ന കാര്യം മനസ്സിലാക്കുന്നത്. തുടർന്ന് സാച്ചിക്കോയെ അന്വേഷിച്ച് പുറത്തു പോകുമ്പോഴേക്കും ഒരു പാറക്കെട്ടിന്റെ അവിടെ വീണ് കാല് മുറിഞ്ഞിരിക്കുന്ന സാച്ചിക്കോയെ കണ്ടെത്തുന്നു. മുന്നേ അങ്ങനെയൊക്കെ പറഞ്ഞു തന്നെ വീട് വിട്ട് ഇറങ്ങി പോയതായിരുന്നു സാച്ചിക്കോ. പക്ഷെ ഇങ്ങനെ വീണിരിക്കുന്ന അവളെ കണ്ട് വേഗം അടുത്തേക്ക് ഓടിയെത്തി സഹായിക്കുന്ന എങ്ങിന് ആ സമയം അവളോട് യാതൊരുവിധ ദേഷ്യം ഉണ്ടായിരുന്നില്ല. കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേന്നെല്ലാം യങ് വളരെ ആവലാതിയോടുകൂടി സാച്ചിക്കോട് അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ പറ്റി തിരക്കുമ്പോൾ വീഴ്ചയിലൊന്നും പറ്റിയിട്ടൊന്നുമില്ല, കുഞ്ഞിനെ ഇപ്പോഴും വയറ്റിൽ കിടന്ന് ചവിട്ടിയതേ ഉള്ളൂ എന്ന് പറഞ്ഞ് സാച്ചിക്കോ എങ്ങിന്റെ ആവലാതി കണ്ട് വളരെ സന്തോഷത്തിൽ ചിരിക്കുമ്പോൾ അത് കേട്ട് എങ്ങിന്റെ മനസ്സിലും ഒരു സംതൃപ്തിയൊക്കെ തോന്നുന്നുണ്ട്. ഏതാണ്ട് കഴിഞ്ഞ ഒരു 5 വർഷക്കാലത്തിനിടയിൽ ആദ്യമായാണ് ഇങ്ങനെ ഇത്രയും സന്തോഷത്തോടെ ഒരു കാര്യത്തെ പറ്റി കേൾക്കുന്നതും ചിന്തിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ തന്നെ. അതായത് അവൾ ആ കുഞ്ഞിനെ ഒരുപാട് സ്നേഹിച്ചു തുടങ്ങുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും പിന്നീട് അങ്ങോട്ട് വഴക്കല്ല, വളരെ നല്ല ഒരു ബോണ്ടാണ് സാച്ചിക്കോയ്ക്കും എങ്ങിന്റെയും ഇടയിൽ ഉണ്ടായിരുന്നത്. സാച്ചിക്കോയെ കൂടുതൽ അറിയുന്നതോറും എങ്ങനെ അവളും താനും ഒരുപാട് കാര്യങ്ങളിൽ സിമിലർ ആണെന്ന് തോന്നി. അതായത് എങ്ങനെ സംബന്ധിച്ചും അവൾക്ക് പേരൻസോ അങ്ങനെ വീട്ടുകാരെന്ന് പറയാൻ ആരും ഇല്ലല്ലോ. അതേ കണക്ക് തന്നെ സാച്ചിക്കോയും ഒരു അനാഥയായിരുന്നു, അനാഥാലയത്തിലാണ് വളർന്നത് എന്നൊക്കെ അറിഞ്ഞപ്പോ സാച്ചിക്കോയിൽ തന്നെ കാണുന്ന കണക്ക് തന്നെ തോന്നിയ എങ്ങനെ സാച്ചിക്കോയുടെ കുഞ്ഞ് തന്റെ കൂടി കുഞ്ഞാണെന്ന ഭയങ്കരമായ ഒരു കെയറിങ് മനസ്സിൽ തോന്നി തുടങ്ങി. അങ്ങനെ പിന്നീട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനായിക്കോട്ടെ, കുഞ്ഞിനുള്ള ഡ്രസ്സ് തയ്യാറാക്കുന്ന കാര്യമായിക്കോട്ടെ, എല്ലാം തന്നെ മനസ്സറിഞ്ഞ് അവിടെ ചെയ്യുന്നുണ്ട്. ഇവർക്കിടയിലെ ബോണ്ടിങ് കണ്ട് ഇമ്മും വളരെ ഹാപ്പി ആവുന്നു. പക്ഷെ അതിന്റെ ഇടയിലെല്ലാം ഇമ്മും വളരെ കെയറോട് കൂടിയാണ് എങ്ങിനോട് ഇടപെടുന്നത്. ഇൻഡിപെൻഡന്റ് ആവണം, അവൾ വണ്ടി ഓടിക്കാൻ പഠിക്കണം, അവൾ ബ്രേവ് ആയി ലൈഫിൽ മുന്നോട്ട് പോകണം എന്നിങ്ങനെ അവളോട് അവളെ പറ്റി അവൾ കെയർ ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ചും അതിന്റെ ഇടയിൽ പറഞ്ഞു കൊടുക്കാനായി മറന്നില്ല. എന്തായാലും അങ്ങനെ ഇരിക്കെ അടുത്ത ദിവസമായിട്ട് സാച്ചിക്കോയ്ക്ക് പ്രസവ വേദന എടുക്കുന്നു. അത് കണ്ട് പെട്ടെന്ന് പാനിക്കായി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനായി ഒരുങ്ങുന്ന സമയത്താണ് അവൾ അവിടെ ചലനം മറ്റിരിക്കുന്ന ഇമ്മിനെ കാണുന്നത്. അതെ, വളരെ അപ്രതീക്ഷിതമായി ആ ഒരു സമയത്ത് ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. വീട്ടിലേക്ക് ഒരു പുതിയ അതിഥി വന്ന സമയം അവർക്ക് ഇമ്മിനെ നഷ്ടമായിരിക്കാണ്. അത് അവരെ സംബന്ധിച്ച് ഭയങ്കര സങ്കടം നിറഞ്ഞ ഒരു കാര്യമായിരുന്നു. എങ്ങനെയൊന്നും താങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. വളരെ ഡിപ്രസ്ഡ് ആയിരുന്നു സാച്ചിക്കോയും സങ്കടത്തിലൂടെ കടന്നു പോകുന്ന ടീമായിരുന്നെങ്കിലും അവൾക്ക് കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ആ ടീമാണ് അവൾ ഭയങ്കരമായി ഡിപ്രഷനിലേക്ക് കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കി എങ്ങനെ കൂടുതൽ ശ്രദ്ധിക്കാനായി തുടങ്ങുന്നത്. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോവുകയെ രണ്ടുപേരും പരസ്പരം താങ്ങായും തണലായും അങ്ങനെ നിൽക്കുന്നുണ്ട്. ആഗ്രഹിച്ച കണക്ക് എങ്ങനെ സാച്ചിക്കോ സൈക്കിൾ ഓടിക്കാനും മറ്റും പഠിപ്പിക്കുന്നു. കുഞ്ഞിന്റെ കാര്യം അവരങ്ങനെ ഒന്നിച്ചു നോക്കുന്നു. അങ്ങനെ അവരുടെ ജീവിതം സമാധാനമായി മുന്നോട്ട് പോവുകയായിരുന്നെങ്കിലും ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയും തമ്മിലുള്ള പ്രശ്നം അവരുടെ ആ ഒരു സമാധാനമെല്ലാം തലകീഴായി മറിക്കുന്നു. തുടർന്ന് അവർക്ക് താമസിക്കുന്ന വീട് വിട്ടിറങ്ങി മറ്റു നാട്ടുകാരുടെ കൂടെ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കേണ്ടി വരുന്നുണ്ട്, ശത്രു സൈന്യത്തിന്റെ മുന്നിൽ പെടാതിരിക്കാനായി. പക്ഷേ അവരുടെ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞു കരയുന്ന ശബ്ദം കേട്ട് ശത്രുക്കൾ അവരെ കണ്ടുപിടിക്കുകയും പ്രത്യേകിച്ച് ആ കൂട്ടത്തിൽ ജാപ്പനീസ് സംസാരിക്കുന്ന സാച്ചിക്കോ ഉണ്ടായിരുന്നതുകൊണ്ട് അവൾ ചാരവനിതയാകാമെന്ന് കരുതി അവളെ പിടികൂടാനായി ശ്രമിക്കുന്ന ടീം വിട്ടുകൊടുക്കാൻ സാധിക്കാതെ ആകട്ടെ ആ ഒരു സൈനികനെ ഉപദ്രവിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ അവരുടെ ശ്രദ്ധ വെട്ടിച്ച് കുഞ്ഞുമായി സാച്ചിക്കോയും കൂട്ടി മുന്നോട്ട് ഓടുന്ന എങ്ങിനെ പിന്തുടർന്നപ്പോഴും സൈനികർ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന ആകട്ടെ ഞാൻ ആ സൈനികരെ ശ്രദ്ധ തിരിക്കാം, അപ്പോഴേക്കും ഇവിടെ നിന്ന് നീ കുഞ്ഞുമായിട്ട് ഓടിപ്പോ, ആ മരത്തിന്റെ അവിടെ വെയിറ്റ് ചെയ്താൽ മതി, സൺസെറ്റ് ആയിട്ടും ഞാൻ വന്നില്ലെങ്കിൽ എന്നെ കാത്തിരിക്കാതെ തീർച്ചയായും പോകണം, ജപ്പാനിലേക്ക് പോയി സേഫ് ആയിരിക്കണമെന്നല്ല സാച്ചിക്കോയോട് പറയുമ്പോ അങ്ങനെ എങ്ങനെ ഒറ്റയ്ക്കാക്കി പോയില്ല എന്ന് സാച്ചിക്കോ വാശി പിടിക്കുമ്പോ ഇപ്പൊ ഇതേ ഉള്ളു വഴി, അല്ലെങ്കിൽ കുഞ്ഞടക്കം അപകടത്തിലാവും, കുഞ്ഞിനെ നമുക്ക് രക്ഷപ്പെടുത്തേണ്ടേന്ന് ചോദിച്ച് അങ്ങനെ സാച്ചിക്കോയെ പറഞ്ഞു വിട്ട് ആ സൈനികരുടെ അടുത്തേക്ക് ആ കുഞ്ഞിനെയും സാച്ചിക്കോയും അന്വേഷിച്ച് സൈനികർ ചെല്ലാതിരിക്കാനായി ഡൈവേർട്ട് ചെയ്യുന്നുണ്ട്. അവൾ പ്രതീക്ഷ കണക്ക് തന്നെ അവൾ സൈനികരെ ഡൈവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ജപ്പാൻ വനിതയെ സംരക്ഷിക്കാൻ നോക്കിയെന്ന പേരിൽ അവർ സാച്ചിക്കോയെ പ്രൊട്ടക്ട് ചെയ്ത എങ്ങനെ കൊന്നുകളയുന്നു. അത് പ്രതീക്ഷ തന്നെയാണ് പോയതും. എന്തായാലും ഇതൊന്നും അറിയാതെ ഏറെ നേരം ആ മരച്ചുവട്ടിൽ കുഞ്ഞിനെയും കൊണ്ട് സാച്ചിക്കോ വരാനായി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും സൺസെറ്റ് ആകുമ്പോഴേക്കും കാണാതാകുമ്പോൾ അവൾ ഇനി വരില്ല എന്നത് തന്നെ ഭയങ്കര സങ്കടത്തോടു കൂടി സാച്ചിക്കോ മനസ്സിലാക്കുന്നു. ലാസ്റ്റായി പറഞ്ഞു വിടും മുന്നേ തന്റെ ഒരു സഹോദരിയെ കണക്ക് സാച്ചിക്കോയോട് സംസാരിച്ചിരുന്നു, കുഞ്ഞിനു വേണ്ടി ജീവിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. ആ കാര്യങ്ങളാണ് ഇപ്പോ സാച്ചിക്കോയുടെ മനസ്സിലുള്ളത്. അങ്ങനെ വലിയ സങ്കടത്തോടു കൂടി തന്നെ സാച്ചിക്കോ കുഞ്ഞുമായി അവിടെ നിന്നും മടങ്ങുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പ്രായമായ സാച്ചിക്കോയെ നമ്മൾ കാണുമ്പോഴേക്കും കയ്യിലുണ്ടായിരുന്ന ആ കുഞ്ഞു കൊച്ചിപ്പോ വളർന്ന് വലിയൊരു യുവതിയായി മാറിയിരിക്കുന്നു. ഇപ്പോ തിരിച്ച് ഈ നാട്ടിലേക്ക് എത്തി ഇങ്ങനെ നിൽക്കുന്ന ടീം അമ്മ എന്താ ദിവാസ്വപ്നം കണ്ട് നിൽക്കാണോ എന്ന് മകൾ സാച്ചിക്കോയോട് തിരക്കുമ്പോൾ അച്ഛനെ പറ്റിയാണോ ആലോചിക്കുന്നതെന്നും ആ മകൾ ചോദിക്കുന്നുണ്ടെങ്കിലും ആക്ച്വലി സാച്ചിക്കോ ചിന്തിച്ചത് ഇമ്മിനെ പറ്റിയായിരുന്നില്ല, മറിച്ച് എങ്ങനെ പറ്റിയായിരുന്നു. കാരണം അത്രത്തോളം കടപ്പാട് ഇന്ന് താനും മകളും ജീവിച്ചിരിക്കുന്ന കാര്യത്തിൽ എങ്ങിനോട് സാച്ചിക്കോയ്ക്കുണ്ട്. കൂടാതെ തന്റെ മകൾക്കും എങ്ങിന്റെ അതേ പേരാണ് സാച്ചിക്കോ നൽകിയിരിക്കുന്നതെങ്കിലും ഇതുപോലെ ഒരു കൂട്ടുകാരിയെന്നോ സഹോദരിയെന്നോ പറയാവുന്ന അത്രയും വലിയ ആത്മബന്ധം തനിക്കുണ്ടായ എങ്ങിനെ പറ്റി ഇതുവരെ മകളോട് സാച്ചിക്കോ പറഞ്ഞിട്ടില്ല. അത് അവരുടെ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്ന വലിയൊരു രഹസ്യമായി അങ്ങനെ നിലനിൽക്കാണ്. അങ്ങനെ ഈ ഒരു കാഴ്ചയോടുകൂടി ഈ കഥ ഇവിടെ അവസാനിക്കുമ്പോൾ കൂട്ടുകാർക്ക് ഈ ഒരു കുഞ്ഞു കഥ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.